നടി രഞ്ജിനി നേരത്തെ നമ്മളോട് ഈ വാർത്തയിൽ പ്രതികരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഈ പരാതി കൊടുത്തയാൾ പ്രതിസന്ധിയിലായി പോകും. ആർക്കെതിരെയാണ് അല്ലെങ്കിൽ ആരാണ് കുറ്റവാളി എന്ന നിലയ്ക്ക് നിൽക്കുന്ന അവർക്ക് ഒരു കുഴപ്പമില്ലാത്ത സിനിമയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് രഞ്ജിനി പറഞ്ഞത്. ഇപ്പോൾ എൻസി ആ പേരൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ആശങ്ക സ്വാഭാവികം ആളുകൾക്ക് പോലും ഉണ്ടാകും. വിൻസി അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം നമുക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. സിനിമ എന്നൊരു സ്വപ്നവുമായി നിൽക്കുന്നു, അതിലിങ്ങനെ ഒരു സങ്കടകരമായ അനുഭവം ഉണ്ടാകുമ്പോൾ മുന്നോട്ട് എന്ത് എന്നൊരു ചോദ്യം ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നു. അപ്പോൾ അതിനെ കെയർ ചെയ്യുന്ന തരത്തിൽ ആരെങ്കിലും വിൻസിയോട് സംസാരിച്ചോ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ? അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വ്യക്തിയുടെ പേര്, ഇദ്ദേഹത്തിൻ്റെ പേര് തുറന്നു പറഞ്ഞാൽ ആദ്യം ഹീറോ ആകാൻ പോകുന്ന, പൊതുസമൂഹത്തിൻ്റെ ഹീറോ ആകാൻ പോകുന്ന ഞാനായിരിക്കും, അല്ലേ? അവിടെ എന്തിനാണ് ഇദ്ദേഹം ഇത് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും മലക്ടലാണ്. എനിക്ക് ഒട്ടും മനസ്സിലാവണില്ല. ഞാൻ പോലും അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ ഒത്തിരി വിഷമം ഫീൽ ചെയ്യുന്നു. ഞാൻ പോലും അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ ആ പ്രൈവസി കീപ്പ് ചെയ്താണ്. വിൻസി എലൂഷ്യസ്, എന്തായാലും ഇന്ന് വാർത്താ സമയങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ സംഭവം തന്നെയാണത്. ഈ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഓടിപ്പോയതിൻ്റെ ഒരു നാടകീയത കൊണ്ടുകൂടിയാണല്ലോ സത്യത്തിൽ ഇത് ഇത്രയും നേരം ഈ വാർത്തകളിലേക്ക് നിറഞ്ഞു നിൽക്കാനുള്ള കാരണം ഭയന്ന് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം എന്തിനും ഉണ്ടാകുന്നു എന്നാണ്. വിൻസിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇനിയും പ്രോജക്റ്റുകളൊക്കെ ഒരുപാട് വരാനുണ്ട്. വിൻസിയാണ് ആദ്യം ആ വീഡിയോയിൽ പറയുന്നത് ഇത്തരക്കാരുമായി ഇനി മുന്നോട്ട് അഭിനയിക്കാൻ താനില്ല എന്ന്. അതിനുശേഷമാണ് ശ്രുതി രജനീകാന്ത് വിൻസിക്ക് പിന്തുണയുമായി എത്തുന്നു. സ്വാസികയുടെ പ്രതികരണമൊക്കെ വരികയുണ്ടായി. അപ്പോൾ ഇതിനു മുൻപ് ഇത്തരം അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും വിൻസിയോട് ഈ കാര്യങ്ങൾ പറയുകയുണ്ടായിട്ടുണ്ടോ? ഇത് തുറന്നു പറയാൻ ഞങ്ങൾ എന്തുകൊണ്ട് മടിച്ചു എന്ന നിലയ്ക്ക് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ആരെങ്കിലുമായിട്ട് വിൻസി നടത്തിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഒരുപാട് സിനിമകളിൽ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉള്ളതാണ്. ആൻഡ് ഈ സിനിമയിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ സഹപ്രവർത്തക കൂടെ അദ്ദേഹത്തിന് ആ കുട്ടിക്കും ഇതുപോലെ ഉണ്ടായപ്പോൾ തുറന്ന് പറയാനുള്ളൊരു ഫിയർ ഉണ്ട്. ഈ സിനിമയെ എങ്ങനെ ബാധിക്കും അത്? സിനിമാക്കാരും നമ്മളോട് മോശമായി പെരുമാറുന്നില്ല, അതായത് ഈ വ്യക്തി ഒഴികെ ബാക്കി ആരും നമ്മളോട് മോശമായി പെരുമാറുന്നില്ല. അപ്പോൾ ഈ സിനിമയുടെ പേരിനെ നമ്മൾ ഡാമേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഫിയർ കൊണ്ട് പരാതിപ്പെടാതിരുന്നിട്ടുണ്ട്. എങ്കിലും ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള വിഷമം അറിയിക്കേണ്ടവർ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും പരാതിപ്പെടാൻ ഉള്ളൊരു ഫിയർ ഓഫ് ഡാമേജിങ് ദ നെയിം ഓഫ് ദിസ് പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. സോ ഒരു വ്യക്തി പരാതിപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ പലതായിരിക്കും. ഒരു ഫിയർ ആയിരിക്കും. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഈ നടനുമെതിരെ അല്ലെങ്കിൽ ഈ നടിക്കെതിരെ ഞാനൊരു പരാതി കൊടുത്താൽ ആരെന്നെ കേൾക്കും എന്നുള്ളൊരു ഫിയർ ആയിരിക്കും. അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ആയിരിക്കും. എനിക്കും മുൻകാലത്തും പരാതി എന്നല്ല, നമുക്ക് ആ ഒരു ഹയർ വിഷൻ അബൌട്ട് എ പേഴ്സൺ ഉണ്ടായിരുന്നു. അപ്പം പല കാരണങ്ങളായിരിക്കും. ഇപ്പോൾ ഇനിയൊരു പരാതിപ്പെടുമ്പോൾ ഞാൻ പറയട്ടെ, എനിക്കൊരു പ്രശ്നം വന്നു, ഞാനിനി പരാതി എന്ന് പറഞ്ഞൊരു സാധനമായിട്ട് എവിടേക്കും പോവില്ല. അതെനിക്ക് വ്യക്തമാണ്. ഒരു പരാതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ നിലപാടുകൾ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമെന്നല്ലാതെ എവിടേക്കും പോവില്ല എന്നുള്ളത് അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാനൊരു സ്ട്രോങ് ആയി നിലപ്പെടുത്തും അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു 100 പേര് ആരും ഈ സംഘടനകളെ വിശ്വസിക്കാൻ പോകുന്നില്ല. ഒരൊറ്റൊരാൾ കാരണം മൊത്തം സംഘടനകളെയും ബാധിക്കും. ആ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണെന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം ആരും പ്രതികരിക്കുക. ആദ്യം ഈ ചുക്കാൻ പിടിക്കുന്ന ആളുകൾ, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരാദ്യം നന്നാവട്ടെ, എന്നിട്ട് പ്രജകളെ നന്നാക്കാം. ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി പോലീസിന്റെ ഭാഗത്തുനിന്നോ എക്സൈസിന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും രീതിയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാൻ ശ്രമിച്ചാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കും? നിയമപരമായി അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെന്നുണ്ടോ ഇപ്പോൾ വിൻസി? നിയമപരമായിട്ട് ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനത് ചെയ്യത്തുമില്ല. ഇനിയൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞ വാക്കുമായിട്ട് ഞാൻ ആരുടെ അടുത്തേക്കും പോകത്തില്ല. കിട്ടി ബോധിച്ചു. ആൻഡ് സെക്കൻഡ് തിങ്, അവർ ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു കംപ്ലൈൻ്റ് ഒന്നും എഴുതി കൊടുക്കാതെ ഞാൻ അവർക്ക് വേണ്ട എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ മൊഴി നൽകും. ദാറ്റ്സ് ഇറ്റ്. വിൻസി ഇപ്പോൾ പറഞ്ഞത് വളരെ ഒരു സങ്കടകരമായ, നിർഭാഗ്യകരമായ അവസ്ഥയാണ്. കാരണം ഇങ്ങനെ ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സംഘടനയുടെ ഒരു പ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനുഭവം. ഞാനൊരു റിക്വസ്റ്റ്,
ഞാനൊരു റിക്വസ്റ്റ് ഇപ്പം നിങ്ങൾ പറഞ്ഞു എല്ലാ മീഡിയാസും ഇത് കാണുന്ന മീഡിയാസ് ഉണ്ടെങ്കിലും ആരാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും ഞാനൊരു വ്യക്തമായിട്ടുള്ളൊരു നിലപാട് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇയാളുടെ പേര് ഇപ്പം എല്ലാവരും വ്യക്തമാക്കി എന്ന് പറയുന്നു. ഇയാളുടെ പേര് കാരണം നിങ്ങൾ ആ സിനിമയെ ഒന്നും അല്ലാതാക്കരുത്. ആൻഡ് യെസ് അറ്റ്ലീസ്റ്റ് സ്റ്റാൻഡ് ഫോർ ദറ്റ് സിനിമ. ഞാൻ ഇപ്പോഴും പറയുന്നു ആ സിനിമ സെറ്റ് അത്രയും നല്ലതായിരുന്നു. വിൻസി ഓക്കെ വിൻസി മനസ്സിലായി. വിൻസിയുടെ വൈകാരികമായ അനുഭവം നമുക്ക് ഉൾക്കൊള്ളാവുന്നേ ഉള്ളൂ. ശരി,